ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ സൈന്യം നാളെ എത്തുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അപ്പോൾ കുറച്ചുകൂടി ആൾബലവും കിട്ടുന്നു, കുറച്ചുകൂടി ശാസ്ത്രീയമായി വേഗത്തിൽ തിരച്ചിൽ അല്ലേ? പക്ഷേ എപ്പോൾ സൈന്യം എത്തുന്നു? രാവിലെ ആറാം നാൾ സൈന്യം എത്തും. അപ്പോൾ എന്താണ് നമ്മളുടെ ഒരു നമ്മൾ എന്നല്ല ഞാൻ പറയുന്നത്, കർണാടക സർക്കാർ എന്താണ് ഈ കാര്യത്തിൽ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? ഇപ്പോൾ തന്നെ ഈ സേനയെ കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നത് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ അത് കറക്റ്റാണ് സുജയ, അതാണ് അതിൻ്റെ പോയിന്റ്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ നടത്തുന്ന ഏത് പ്രവർത്തനവും ഞങ്ങൾ ആക്ട് ചെയ്തു, കഴിയുന്നത്ര ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കുക എന്നുള്ള അല്ലെങ്കിൽ അത്തരം ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്നുള്ള നിലയ്ക്കാണ്. എത്ര നിരുത്തരവാദപരമാണ്. ആറാം നാൾ അങ്ങനെയാണെങ്കിൽ കേന്ദ്രസേനയെ ഇറക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, അടിയന്തരമായി അത്തരം രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് പോകണം എന്നൊരു സർക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നത് ദുരന്തം കഴിഞ്ഞ് 6 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യം. ആദ്യ ദിവസങ്ങളിൽ കുറച്ച് മൃതദേഹങ്ങൾ കിട്ടിയ ശേഷം പിന്നെ അങ്ങോട്ട് ഇനിയിപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഇനിയിപ്പോൾ അതിൽ നോക്കേണ്ട കാര്യമുണ്ടോ? തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ലല്ലോ. അവരുടെ സമീപനമാണ് ഞാൻ പറഞ്ഞത്. അവരവിടെ നോക്കിയത് പുഴയിൽ മൃതദേഹം ഒഴുകി വരുന്നുണ്ടോ എന്നാണ്. ഇന്ന് രാവിലെയും പുഴയിൽ തെരച്ചിൽ നടക്കുകയാണ്. എന്തിനാണ്? ഈ അടിത്തട്ടിലേക്കോ വല്ലോ ഈ ലോറി പോയി കിടക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഇതിൽ തടിക്കഷ്ണങ്ങളാണ്, അത് കെട്ടിവരിഞ്ഞാണ് കൊണ്ടുവരുന്നത്. ഈ ടിമ്പർ ലോറിയാണ്. അപ്പോൾ ആ തടിക്കഷ്ണങ്ങൾ 300 തടിക്കഷ്ണങ്ങൾ, എക്സാക്ട് ഡീറ്റെയിൽസ് മനാഫ് കൊടുക്കുകയാണ്. 300 തടിക്കഷ്ണങ്ങളിൽ ഒരെണ്ണമെങ്കിലും ആ കെട്ടുപൊട്ടി പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും. അല്ലെങ്കിൽ ആ വണ്ടി തകർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും. അതൊന്നും ഈ 5 ദിവസവും കണ്ടില്ലെങ്കിൽ ആ മണ്ണിനടിയിൽ ആ വാഹനമുണ്ടെന്ന് ഉറപ്പിക്കാൻ ഇത്രയേറെ ആലോചനയുടെ ആവശ്യം എന്താണ്? കോമൺ സെൻസ് പോരെ? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നാളത്തെ തിരച്ചിൽ കുടുംബവും പറയുന്നത് വലിയ പ്രതീക്ഷകളല്ല. ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ മനുഷ്യത്വപരമായ സമീപനം വേണം ഇക്കാര്യത്തിൽ. അർജുൻ എവിടെയെന്നുള്ളത് അറിയേണ്ടതുണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഏതായാലും സൈന്യം കൂടി നാളെ എത്തുന്നു. സിദ്ധരാമയും ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും അങ്കോള MLA സ്ഥിരീകരണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 6:30-ക്കാണ് തിരച്ചിൽ തുടങ്ങാൻ പോകുന്നത്. നമ്മൾ നാളെയും തത്സമയം മുഴുവൻ സമയം അർജുനെ കിട്ടുന്നത് വരെ ഈ വാർത്തയിൽ ഉണ്ടാകും അല്ലേ? മുഴുവൻ വിശദാംശങ്ങളുമായി അവിടെ നിന്ന് തന്നെ ഡോക്ടർ അരുൺ അവിടെ നിന്ന് ആയിരിക്കും തത്സമയം ചേരുക. അപ്പോൾ ഞങ്ങൾക്കൊപ്പം തന്നെ തുടരുക. വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളും റിപ്പോർട്ടിൽ ഉണ്ടാകും. Meet the editors.